ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഈ സുന്ദരിയെ കണ്ടോ? ഇവളുടെ പേരെന്താണെന്നറിയോ? പോയിൻസെറ്റിയ എന്നാണേ. ഇതിൻ്റെ വൈറ്റാണേ. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കും. ഇത് വിരിഞ്ഞു തുടങ്ങിയിട്ടില്ല, ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവത്തില്ല, കുറച്ചുകൂടെ കഴിയണം ഭംഗി വരാൻ. അങ്ങനെ ഞാനിങ്ങനെ രാവിലെ ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണേ. അപ്പോൾ ഈ ചെടിയുടെ ഇലകൾക്കൊക്കെ എന്തൊക്കെയോ ഒരു ഡാമേജ് ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നതായിട്ടൊക്കെ കണ്ടു. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഇത് വരുന്നത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നേ. അപ്പം ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഇലയുടെ അടിയിൽ 2 വില്ലന്മാർ ഒളിച്ചിരിക്കുക. അവന്മാരെ എന്നെ കണ്ടതും നടു നിവർത്തിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും എന്നോട്, ആരാടി ഞങ്ങളെ വന്ന് ശല്യം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അതായിരിക്കും അങ്ങനെ നടുവൊക്കെ ഇങ്ങനെ നിവർത്തിയിട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ അവന്മാരെ അവിടെ വെച്ചേക്കത്തില്ല. എന്താണെന്നറിയോ, എൻ്റെ ചെടി നശിപ്പിച്ച് കഴിഞ്ഞാലേ എനിക്ക് സഹിക്കൂല. അപ്പം ഞാൻ ഒരുത്തനെ എടുത്ത് പുറത്തിട്ടു, ഇനി രണ്ടാമത്തേനെയും കൂടെ പുറത്തിടുക. അപ്പോൾ ഞാൻ ഇന്നലെ വേറൊരു ചട്ടിയിലുണ്ടായിരുന്ന ഇത് ഷേപ്പില്ലാതെയൊക്കെ വളർന്നു നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കുറേ കൊമ്പുകളൊക്കെ മുറിച്ച് കുറേ ഗ്ലാസ്സുകളിലും അതേപോലെ ഈ ചട്ടിയിലും ഒക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണേ. അപ്പോഴാണ് ഇത് കണ്ടത്. പക്ഷെ അവന്മാരെ ഞാൻ വെറുതെ വിടില്ല, അവന്മാരെ ഞാൻ എടുത്ത് പുറത്തിട്ടു. ഇനി അവന്മാരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, എനിക്ക് എൻ്റെ ചെടിയാണ് വലുത്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവും ഒക്കെ നശിപ്പിക്കും. ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഡാമേജ് ആയിട്ട് ഇലകൾ വന്നേക്കുന്നത്. പക്ഷേ ഈ പുഴു ഇങ്ങനെ തിന്നുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചെടിയെ സംരക്ഷിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവന്മാരെ എടുത്ത് പുറത്തിട്ടു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.